അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുന്നോറ് ബാക്കിയുള്ളവരെ പോലെ അല്ല വർക്ക് ചെയ്യും. ഒരു ലാപ്പ് വേണം, ഒരു ലാപ്പ് വേണം, രണ്ട് ലാപ്പ് നമ്മള് ഓൾമോസ്റ്റ് 2-3 മീറ്റിംഗ് ഇരുന്നു അല്ലേ, ക്ലയന്റ് മീറ്റിംഗിന് ഏകദേശം. ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ, ഏറ്റവും ഇൻഫോർമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ ബിസിനസ്സും കാര്യങ്ങളും പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏരിയസിലും എഐനെ കുറിച്ച് അറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എഐനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ബേസിക്കലി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ കാണാൻ വേണ്ടി നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള 5 AI ടൂൾസ് ഉണ്ട്. നമുക്ക് ജനറേറ്റീവ് ആയിട്ടുള്ള 5 AI ടൂൾസ് നമുക്ക് ഏകദേശം എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ യൂസ് ചെയ്യണം, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ നമ്മളത് യൂസ് ചെയ്ത് നമ്മൾ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള നമുക്ക് ആൻസർ കിട്ടണം, ഇതാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഓഫീസിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. ജിഷ്ണു, ഞാൻ പോവാ, കഴിഞ്ഞോ? കഴിഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലേക്കുള്ള സാധനത്തിലാണല്ലേ. ആ, ടൈം എത്ര? റിസ്ക് ഇല്ല, എന്തൊരു വിഷമമില്ല, സങ്കടം ഒന്നും ഇല്ല, ടെൻഷനാണ്. നമ്മള് ഓൾമോസ്റ്റ് 2-3 മീറ്റിംഗ് ഇരുന്നു അല്ലേ, ക്ലയന്റ് മീറ്റിംഗിന് ഏകദേശം 2 ഓക്കെയാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ്. മുനവറ, ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു 5 AI ടൂൾസ്, ജനറേറ്റീവ് AI ടൂൾസ്. അല്ല, അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുന്നോറ് ബാക്കിയുള്ളവരെ പോലെ അല്ല വർക്ക് ചെയ്യും. ഒരു ലാപ്പ് വേണം, ഒരു ലാപ്പ് വേണം, രണ്ട് എന്നാലും മുന്നോറ് ഭയങ്കര ഹാർഡ് വർക്കറാണ്. എല്ലാവരും റോൾ മോഡൽ ആക്കേണ്ടതാണ്. ഇവിടെ ആരും വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 5 ജനറേറ്റീവ് AI ടൂൾസ് പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു AI ടൂൾസ് തന്നെ ആയിക്കോട്ടെ. ഫസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള ChatGPT. പക്ഷെ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ChatGPT-നെക്കാട്ടും കൂടുതൽ ജെമിനൈ. പിന്നെ പല കാര്യത്തിന് വേണ്ടിട്ട് ഈ ജെമിനൈ ആണോ, ഗൂഗിൾ AI സ്റ്റുഡിയോ ആണോ, ജെമിനൈ ആണോ? അതായത് ജെമിനൈന്റെ സബ് ആയിട്ടുള്ള ഒരു API ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്ലാറ്റ്ഫോം ആണ് ഗൂഗിൾ AI സ്റ്റുഡിയോ. രണ്ടും യൂസ് ചെയ്യാം, സെയിം തന്നെ പാറ്റേൺ. എന്തുകൊണ്ട് ജെമിനൈ ഇഷ്ടപ്പെടാൻ കാരണം? ഈ ജെമിനൈ ഇഷ്ടപ്പെടാൻ കാരണം ഇന്ത്യയിലുള്ളത് പ്രോ ആണ്. സോ അതുകൊണ്ട് കുറച്ചൊരു അഡ്വാൻസ് ഫീച്ചർ മറ്റേത്. പിന്നെ ക്ലൗഡ് AI ഉണ്ട്, പെർപ്ലക്സിറ്റി ഉണ്ട്. പെർപ്ലക്സിറ്റി പ്രോ എല്ലാവർക്കും കിട്ടും, അത് യൂസ് ചെയ്യാം. പിന്നെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഗ്രോക്ക് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മറ്റേ ആയിട്ടുള്ള യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡീപ് സീക്ക് ആ സീസണിൽ യൂസ് ചെയ്തിരുന്നു, അടിപൊളിയായ. പിന്നെ അത് ജസ്റ്റ് ഒഴിവാക്കി, പിന്നെ ബാക്കിയുള്ള പ്രോ കിട്ടിയപ്പോ പിന്നെ അങ്ങനെ. അപ്പൊ അങ്ങനെയാണല്ലേ. ഇപ്പൊ ഞാൻ ChatGPT മൊത്തം മാറി ജെമിനയിലേക്ക് മാറി, കാരണം പ്രോ. ഓ, അപ്പൊ അതാണ് അതിന്റെ. അപ്പോൾ ChatGPT, അതുപോലെ തന്നെ ഡീപ് സീക്ക്, കിമി, അതുപോലെ തന്നെ ക്ലൗഡ്, പെർപ്ലക്സിറ്റി, അങ്ങനെ ഗ്രോക്ക്, ഇങ്ങനെ ഒരുപാട് AI ടൂൾസ് നമുക്ക് നമ്മുടെ ഈ ഒരു ബിസിനസ് ഇപ്പം നമ്മുടെ ഒരു ഫീൽഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതിനൊരു യൂസർ ഫ്രണ്ട്ലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ChatGPT എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രൊജക്റ്റ് വൈസിലുള്ള ഒരു കോണ്ടൻസും കാര്യങ്ങളും. ഇപ്പം നമുക്ക് ഒരുപാട് കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ഒരു സ്കൂളിലേക്ക് ഒരു പ്രൊജക്റ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റും കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ നമ്മളൊരു അസൈൻമെൻറ്റ്, സെമിനാർ പോലെ അസൈൻമെൻറ്റ് പോലെ നമുക്ക് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് ChatGPT ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഒരു അൺലിമിറ്റഡ് രീതിയിൽ ലിമിറ്റഡ് ഇല്ല, ഒരുപാട് കോണ്ടൻസും കാര്യം നമുക്ക് അതിൽ പെട്ടെന്ന് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഐഡിയാസ് ആയിക്കോട്ടെ, വേറെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, സംഭവം ഓക്കെയാണ്. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ അതിൽ ഉള്ളൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ കൊടുത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഒരേ ടൈമിൽ നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചിലപ്പോൾ ഫസ്റ്റ് ടൈമിൽ കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഗൂഗിളിൻ്റെ AI സ്റ്റുഡിയോ ആണ്. ഈ ഗൂഗിൾ AI സ്റ്റുഡിയോ ഞാൻ യൂസ് ചെയ്ത്, അതായത് എനിക്ക് പ്രോ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ പ്രോ സീരീസ് ഒന്നുമില്ല. ഒരു പെർപ്ലക്സിറ്റി ആയിക്കോട്ടെ, ChatGPT ആയിക്കോട്ടെ, ജെമിനി ആയിക്കോട്ടെ, ഇങ്ങനെ ഏതിലും എനിക്ക് പ്രോ ഇല്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ആൻസർ ആയിട്ട് കിട്ടാൻ വേണ്ടി ഒരു AI ടൂളാണ് ഇത്, ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറയാം. അത് ജെമിനീൻ്റെ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴാണ് ജെമിനി എനിക്ക് പ്രോ ഞാൻ വേണ്ടിയിട്ടുള്ളത്. ജെമിനിയും പ്രോ ആണ്, അതുപോലെ തന്നെ പെർപ്ലക്സിറ്റിയും പ്രോ ആണ്. അപ്പോൾ ഗൂഗിൾ AI സ്റ്റുഡിയോ ഒന്നും കൂടി അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ബ്രീഫായിട്ട് നല്ല രീതിയിലുള്ള ഒരു കോണ്ടൻസ്, ഒരുപാട് വലിച്ചു വാരി തരില്ല. അതായത് ഒരുപാട് നമുക്ക് എന്താ വേണ്ടത്, അതൊക്കെ വേണ്ടി നമുക്ക് മനസ്സിലാക്കാതെ നമുക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങൾ എന്താണോ ആ ഒരു കാര്യമാണ് നമുക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ കിട്ടുക. നല്ല ഐഡിയാസ് ആയിക്കോട്ടെ, ഇനി എന്തെങ്കിലും സ്ട്രാറ്റജിയും കാര്യങ്ങൾ, അത് അങ്ങനെ ആ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ക്ലൗഡ് AI എന്ന് പറയും. ഈ ക്ലൗഡ് AI എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് നമ്മുടെ ഒരു ബിസിനസ് നെക്സ്റ്റ് പ്ലാനും കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്തൊരു നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ക്ലൗഡ് AI ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയുള്ളൂ. അതായത് നമുക്ക്
കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള നമുക്കൊരു ഇപ്പം ഈ ഒരു അക്കാദമി, എൻ്റെ സ്കിൽ ഫ്ലൈ എന്ന് പറയുന്ന അക്കാദമി, എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് 3 മാസത്തിലേക്ക് എന്ത് ചെയ്യണം, നല്ലൊരു പ്ലാൻ വേണം, അതെങ്ങനെയൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്. ആ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് അത് പ്രോം കൂടി എടുത്തിട്ടുണ്ടെന്നില്ല, നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കോണ്ടൻസ് നിങ്ങൾക്ക് അത് ഡെലിവർ ചെയ്ത് തരും. അപ്പം ഇതാണ് പെർപ്പസിറ്റി. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഇപ്പോൾ ഒരു കോണ്ടൻസ് ഡെലിവറി തന്നു, അപ്പോൾ ആ തന്ന കോണ്ടൻസ് ചില കാര്യം നമുക്ക് മനസ്സിലാവില്ല എന്താ അവർ പറഞ്ഞ കാര്യം എന്നുള്ളത്. അപ്പം ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാത്രം ടാഗ് ലൈൻ ആക്കി നമ്മൾ കോപ്പി ചെയ്യല്ലോ. കോപ്പി ചെയ്യുന്ന സമയത്ത് ആസ്ക് ഹെൽപ്പ് നിൽക്കും. അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്രീഫും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അത് കാണിച്ചു തരും. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് അടിപൊളിയായിട്ട് നമുക്ക് മാർക്കറ്റ് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ക്ലൗഡ് AI ആണ്. അത് നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. എനിക്ക് തന്നെ യൂട്യൂബിലേക്കുള്ള 30 ഡേയ്സിൻ്റെ കോണ്ടന്റ് ചാലഞ്ച് കാര്യമൊക്കെ അതിനോട് ചോദിക്കും. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടൻസ് അതിൽ നിന്ന് സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ബേസിക്കലായിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് കാരണം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലൗഡ് യൂസ് ചെയ്യുക. പിന്നെ കിമി, ഡീപ്സിക്ക്. ഈ കിമി എന്ന് പറയുന്നത് ഇത് ഡീപ്സിക്കും ഏകദേശം ഒരേപോലെയാണ്. നമുക്ക് നല്ലൊരു നെയിം സജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല ഐഡിയാസും കാര്യങ്ങളൊക്കെ, നല്ലൊരു ഡിഫറെൻറ്റ് ഹുക്കും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു കോണ്ടന്റ് ക്രിയേഷന് നമുക്ക് ഹുക്കും കാര്യങ്ങൾ നല്ല രീതിയിൽ വേണം. അപ്പം അങ്ങനത്തെ രീതിക്കൊക്കെ ഈ രണ്ടും അടിപൊളിയാണ്. ഈ ഡീപ്സിക്കൊക്കെ ഒരു ടൈമിൽ ചൈനയുടെ ആണല്ലോ, അപ്പം ഇത് ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത ടൈം ഉണ്ടായി. ChatGPT ആയിട്ട് മേലെ കയറി എന്നൊക്കെ പറഞ്ഞത്. അപ്പം ആ ഒരു ടൈമിൽ ChatGPT ഡീപ്സിക്കും ഏകദേശം ഒരേപോലെ തന്നെ ആയിരുന്നു. പക്ഷേ ഡീപ്സിക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ആ ടൈമിൽ. പക്ഷെ ഇപ്പോഴും എല്ലാവരും ChatGPTയിലാണ് പോകുന്നത്. അപ്പം ഇത് ഡീപ്പ് റിസർച്ചാണ്. ഈ ഡീപ്സിക്കും കിമി എന്ന് പറയുന്നത് ഡീപ്പ് റിസർച്ചാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ എനിക്കും ഏറ്റവും ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമി എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ചോദിക്കണം. അപ്പോൾ ഡീപ്സിക്കല്ല കിമി, ഈ ഇതിൽ നമ്മൾ ഡീപ്പ് റിസർച്ച് എന്ന സാധനമുണ്ട്. ഇത് ഓൺ ആക്കിയിട്ട് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തുള്ള ഏതൊക്കെ വെബ്സൈറ്റ് ഉണ്ട് എല്ലാ വെബ്സൈറ്റും നോക്കി റിസർച്ച് ചെയ്ത് ഏറ്റവും നല്ല കാര്യം നമുക്ക് മുന്നിലേക്ക് എത്തിച്ചേരും. ഇതാണ് ഡീപ്പ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് എന്ത് ചെയ്യണം, ഏറ്റവും നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ളൊരു ഇത്ര ബഡ്ജറ്റിലൊരു ഫോൺ വേണം. അപ്പോൾ ആ ഫോൺ എന്ത് ചെയ്യും, ഗൂഗിളിൽ ഏതൊക്കെ വെബ്സൈറ്റ് ഉണ്ട്, ഈ വെബ്സൈറ്റൊക്കെ പോയി റിസർച്ച് ചെയ്ത് നല്ല കോണ്ടൻസ് എന്ത് ചെയ്യും, എനിക്ക് നല്ലൊരു ഫോൺ സജസ്റ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതാണ് ആക്ച്വലി ഈ കിമി ഡീപ്സിക്കിൻ്റെ ഒരു യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. അപ്പം ഓരോ AI ടൂളും ഓരോ പർപ്പസാണ്. അപ്പോൾ മാക്സിമം അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ പർപ്പസ് അറിയാതെ നിങ്ങൾ AI ടൂൾ യൂസ് ചെയ്യരുത്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു AI ടൂളിൻ്റെ വീഡിയോ ഞാൻ ആക്ച്വലി ഇതിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു AI ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളൊരു AI ടൂളിൽ ഫസ്റ്റ് നിങ്ങളുടെ ഒരു AI ടൂൾ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആ AI ടൂളുമായിട്ട് അലൈൻഡ് ആവണം. അതായത് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടങ്ങളാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമൊക്കെ ഉണ്ട്, ഈ ഒരു കാര്യം ഈ ഒരു ChatGPT ഈ AI-ട്ടുമായിട്ട് നിങ്ങളൊന്ന് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുമായിട്ട് ഇത് ഒന്നുകൂടി അടുക്കും. അതായത് നമ്മൾ മറ്റൊരു അതർ പേഴ്സൺ, നമ്മളൊരു പുതിയൊരു കമ്പനിക്ക് പുതിയ സ്റ്റാഫ് വരുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ ക്യാരക്ടർ കാര്യങ്ങളോ അവർ കൂടുതലായിട്ട് നമ്മൾ കണക്ഷൻ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുള്ളൂ നമ്മളെങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ AI ടൂളുമായിട്ട് നമ്മൾ ആദ്യം അലൈൻഡ് ആയിട്ട് വേണം ഏതൊരു കാര്യവും നിങ്ങൾ പ്രോപ്പറായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ബെറ്റർ റിസൾട്ട്, ബെറ്റർ ആൻസർ നിങ്ങൾക്ക് അത് ഡെലിവറി ചെയ്ത് തരും. അപ്പം ആക്ച്വലി ഇതാണ് ഗൂഗിൾ AI സ്റ്റുഡിയോ. ഇങ്ങനെയുള്ള ഏറ്റവും ഒരുപാട് AI ടൂൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് AI ടൂൾസ് ഞാൻ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിരുന്നതിന് ഭയങ്കര നന്ദി. എന്തായാലും വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, അപ്പം ഓഫീസിലാണുള്ളത്. ആക്ച്വലി ഇനി വീട്ടിലേക്ക് തന്നെ പോകാൻ കേട്ടോ. ഓക്കെ, ഒരു വൈഡ് ആംഗിളിലാണ് ആക്ച്വലി ഈ ഒരു ക്യാമറ ഇപ്പോൾ ബേസിക്കലി ഉള്ളത്. അപ്പോൾ ഇത് കണ്ടില്ല, മൊത്തത്തിൽ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നു. ഓക്കെ, ഇത് ഞാൻ മാറ്റാൻ വിട്ടുപോയി. ഇത് നമ്മൾ എജുസോൾവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ താഴെയാണ് നമുക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇവോൾവ് എന്ന് പറയുന്ന ഏജൻസിയും സ്കിൽ ഫ്ലൈ എന്ന് പറയുന്ന അക്കാദമി മൊത്തത്തിലുള്ള ക്ലയൻസൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.